പിണറായി വിജയന് കീഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDFന് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പിണറായി വിജയനെ തന്നെ LDF പ്രതിപക്ഷ നേതാവായി തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി എത്തുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് എന്ന സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന് വാശി പിടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് CPI. ഏറെ നാളായി CPI CPMനൊപ്പം തന്നെയുണ്ട്. LDFൽ ഉറച്ചു നിൽക്കുകയാണ് CPI. എന്നാൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIക്ക് സംഭവിച്ചത് വമ്പൻ പരാജയമാണ്. കാരണം CPIയുടെ വർഷങ്ങൾ പാരമ്പര്യമുള്ള കുത്തകയായ പല സീറ്റുകളും തകർക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അവിടെയെല്ലാം UDFന് മേൽക്കൈ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. പലയിടത്തും BJP വോട്ട് വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ മൊത്തത്തിൽ CPIക്ക് ഒരു അടിസ്ഥാന വലിയ വോട്ട് വിഭാഗം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. CPIയുടെ അടിത്തറ തന്നെ ഇളകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പാർട്ടി മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ CPIക്ക് പ്രതിച്ഛായ മുതലെടുക്കേണ്ടത്, വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറിയുടെ തീരുമാനത്തോടുകൂടി ചില കടുത്ത തീരുമാനങ്ങൾ CPI എടുത്തേക്കും എന്ന ചില സൂചനകൾ പുറത്തേക്ക് വരികയാണ്. അതായത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ലഭിച്ചില്ല എങ്കിൽ CPI നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന ചില വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പ്രത്യേക ബ്ലോക്കായിരിക്കുകയാണെങ്കിൽ അത് LDFൽ നിന്ന് മാറി മുന്നണിയിൽ നിന്ന് വിട്ട് തന്നെ CPI അങ്ങനെ ഒരു തീരുമാനമെടുക്കും. അത് LDFന് കനത്ത തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, CPI എന്ന പാർട്ടിക്ക് തങ്ങളുടെ വോട്ടുകൾ തിരിച്ചു പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. തങ്ങളുടെ പ്രതിച്ഛായ ഒന്ന് മിനുക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കടുത്ത ചില നടപടികളിലേക്ക് CPI പോകും. CPIക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകുന്നതിൽ CPMന് അത്ര താല്പര്യമില്ല. കാരണം കോടിയേരി ബാലകൃഷ്ണൻ അലങ്കരിച്ച പദമാണ്. അത് CPIക്ക് വിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് അത് അങ്ങനെ തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് CPIയെ സംബന്ധിച്ച് ഗുണമാകുമെങ്കിലും CPIMന് അതൊരു തിരിച്ചടിയാകും. പ്രവർത്തകരിലടക്കം ചില അസ്വാരസ്യങ്ങൾക്ക് കാരണമാകും. നേതാക്കൾക്ക് അതിൽ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ CPMുമായുള്ള ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ CPI കടുത്ത ചില തീരുമാനങ്ങൾ എടുത്തേക്കുമെന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്.